നിയമസഭയിൽ ബി.ജെ.പിയെയും സി.പി.എമ്മിനെയും പൊളിച്ചടക്കി സന്ദീപ് വാര്യർ. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടത് നിങ്ങളുടെ നയം എന്തായിരുന്നു? അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചല്ലോ, UAPA അമെന്റ്മെന്റ് ആക്ട് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച് നാക്ക് വായിലേക്ക് ഇടുന്നതിന് മുമ്പല്ലേ രണ്ട് സഖാക്കളെ അതേ നിയമത്തിന്റെ പേരിൽ പിടിച്ച് അകത്തിട്ടത്? അക്കാലത്ത് ഞാനും ഗോവിന്ദ മാഷും ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് ഞാൻ ഗോവിന്ദ മാഷ് വെച്ചു, അല്ല മാഷെ, നിങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ UAPA അമെന്റ്മെന്റ് ആക്ട് ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നടപ്പാക്കി എന്ന് വെച്ചാൽ മൂപ്പർ എന്നോട് പറഞ്ഞു, അത് ഈ ഭരണവും ഭരണകൂടവും വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. എനിക്കിതുവരെ തിരിഞ്ഞിട്ടില്ല എന്താന്ന്. അത് അവരുടെ പാർട്ടിക്കാർ കൂടി തിരിയാത്തത് കൊണ്ടാണ് ഇത്തവണ തളിപ്പറമ്പിലടക്കം അവർക്ക് തോൽക്കേണ്ടി വന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മതവർഗീയതയ്ക്കെതിരെയുള്ള വിധി കൂടിയാണ് സർ വന്നിട്ടുള്ളത്. കടുത്ത വർഗീയ പ്രചരണം ഞാൻ മത്സരിക്കുന്ന സ്ഥലത്തടക്കം നടത്തി. എന്താ പറഞ്ഞത്? ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി, മുസ്ലിം ഏകീകരണം ഉണ്ടായി എന്നാ പറഞ്ഞത്. സർ, ഞാൻ തോൽപ്പിച്ച സ്ഥാനാർത്ഥിയുടെ പേര് VPP മുസ്തഫ എന്നാണ്. അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി സന്ദീപ് വാര്യർ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സർ മതവർഗീയതയാവുന്നത്? എന്റെ പ്രിയ സുഹൃത്ത് ജോയ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സമുദായം തവനൂർ മണ്ഡലത്തിൽ എത്രയാ ഉള്ളത്? മലപ്പുറം ജില്ലയെ വർഗീയവാദികളുടെ ജില്ല എന്ന് വിളിച്ചതാരാണ്? നിങ്ങളല്ലേ മലപ്പുറം ജില്ലയെ ഇതുപോലെ ആക്ഷേപിച്ചത്? അവിടെ ജോയ് എങ്ങനെ ജയിച്ചു? അങ്ങനെ ഒട്ടേറെ ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കും. ഞാൻ അതിലേക്ക് ദീർഘമായി കിടക്കുന്നില്ല. ഇവിടെ BJPയുടെ ബഹുമാനായിട്ടുള്ള നേതാവ് സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് ഞങ്ങൾ പാടി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അങ്ങയോട് എല്ലാ ബഹുമാനവും ഉണ്ട്. അവിടെ 3 അംഗങ്ങൾ BJPയുടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിൽ നിങ്ങൾ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നില്ലേ? 10 ദിവസം ആ സ്വർണ്ണക്കള്ളക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടാണ് UDFന്റെ അംഗമായിട്ട് ഞാൻ ഈ നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ എവിടെയായിരുന്നു? കോൺഗ്രസിന് നേട്ടമുണ്ടാകും എന്ന് വിലയിരുത്തി സ്വർണ്ണക്കൊള്ളക്കെതിരെ വായ തുറക്കാൻ പോലും BJP തയ്യാറായില്ല. നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ കയ്യിലുള്ളത് 2019 BJPയുടെ പ്രകടന പത്രികയാണ്, സങ്കല്പ് പത്ര. അവിടെ ഇരിക്കുന്ന BJP അംഗങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ ശബരിമലയെ കുറിച്ച് പറയുന്നുണ്ട്. We will endeavor to secure constitutional protection on issues related to faith and belief എന്ന് ശബരിമലയെ കുറിച്ച് 36-ാം പേജിൽ പറയുന്നു. 2019 പത്തനംതിട്ടയിൽ വന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗുജറാത്തിയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു പോയതല്ലാതെ ഞാൻ ചോദിക്കട്ടെ, എന്തേ നിങ്ങൾ ഭരണഘടനയിൽ പരിഷ്കാരം കൊണ്ടുവന്ന് ശബരിമലയെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല? എന്നോട് അതിന്റെ ന്യായീകരണം പറയണ്ട. നിങ്ങൾ ബഹുമാനായിട്ടുള്ള NSS ജനറൽ സെക്രട്ടറി ഒന്ന് ബോധ്യപ്പെടുത്താൻ മതി. അദ്ദേഹം പറയുന്നുണ്ടോ, NSS പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കൊടുത്ത വാഗ്ദാനം പാലിച്ചില്ല. ശബരിമല എന്നുള്ളത് BJPയുടെ പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. ശബരിമല എന്നത് BJPയുടെ എക്കാലത്തെയും വലിയ പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. നിങ്ങൾക്ക് അയ്യപ്പനിലോ ശബരിമലയിലോ ഒരു വിശ്വാസമില്ല. സർ, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട CPMന്റെ അംഗങ്ങള് ഇന്നെന്തോ ഡീലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ എന്തോ ഡീൽ, BJPയും UDFും ഡീലാന്നാ പറയുന്നത്. എന്ത് ഡീല്? ഞാൻ ഒരു കാര്യം പറയാം. UDF സർക്കാർ ഒരു കാലത്തും BJPയുമായി ഡീൽ ഉണ്ടാക്കാൻ ഒരു പാലവും പണിയില്ല എന്ന ഉറപ്പ് ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു ബ്രിഡ്ജും ഞങ്ങൾ ഉണ്ടാക്കില്ല. ആരാണ് ബ്രിഡ്ജ് എന്ന് സഭയ്ക്കകത്ത് പറഞ്ഞത് നമുക്കറിയാലോ. CPM UDFന്റെ മന്ത്രിസഭയിൽ നിന്ന് ഒരാളും ഒരു പോലീസ് മേധാവിയെയും ദത്താത്രേയ ഹൊസബോളയെ കാണാൻ വേഷം മാറ്റി വിടില്ല എന്ന ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവര് വോട്ട് ചെയ്തത്. അതുപോലെ തന്നെ UDF സർക്കാർ നയിക്കുന്ന ഒരു പരിപാടിയിലും യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം വായിക്കില്ല എന്ന ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാർത്ഥി സമൂഹം വലിയ ആശങ്കയിലാണ്. ബഹുമാനപ്പെട്ട കഴക്കൂട്ടം അംഗത്തെ വിളിച്ച് ആശംസ അർപ്പിക്കാൻ മനസ്സ് കാണിച്ചിട്ടുള്ള നമ്മുടെ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പക്ഷേ നീറ്റിന്റെ എക്സാമിൽ വിഷമം അനുഭവിച്ചിട്ടുള്ള അവിടുത്തെ ആത്മഹത്യ ചെയ്യപ്പെട്ട കുടുംബാംഗങ്ങളെ ഒന്ന് വിളിക്കാൻ പോലും മനസ്സ് കാണിച്ചിട്ടില്ല. പക്ഷേ ധർമ്മേന്ദ്രജി കഴക്കൂട്ടം അംഗത്തെ വിളിച്ച് ആശംസ അർപ്പിക്കുന്നത് നമ്മൾ കേട്ടു. ദയവ് ചെയ്ത് കഴക്കൂട്ടം അംഗം ഒന്ന് വിളിച്ചു പറയണം ധർമ്മേന്ദ്രജിയോട്, ഈ പണി പറ്റില്ലെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോണം. ഇതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്, കുട്ടികൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും കഴക്കൂട്ടം അംഗം കുട്ടികൾക്ക് മിഠായി വാങ്ങി ഇങ്ങനെ മേശപ്പുറത്ത് വെതറിക്കൊടുക്കുന്നത് കണ്ടു. സന്തോഷം. കഴിഞ്ഞ 10 വർഷക്കാലം അല്ല കുറെ വർഷങ്ങളായിട്ട് സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് ഒരു കോലുമിഠായി പോലും വാങ്ങിക്കൊടുക്കാത്ത അംഗം നിയമസഭാംഗമായതിനു ശേഷം കുറച്ചൊക്കെ മനസ്സ് നൈർമല്യം വന്ന് മിഠായികൾ ഇങ്ങനെ മേശപ്പുറത്തെങ്കിലും ഇടാൻ തുടങ്ങിയല്ലോ. അത് തന്നെ നല്ല മാറ്റമായി ഞാൻ കരുതിയാണ്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായി കരുതുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിന്റെ